ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. നടിയിലെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് പച്ചക്കറി തന്നെയാണ് നടുന്നത് കാണിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ പോട്ടി മിക്സും ചോദിക്കുന്നവർക്കൊക്കെ ലൈവായിട്ട് ഞാൻ കാണുകയാണല്ലോ. ഞാൻ നട്ട പോലെ എത്രയോ പേര് നടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഞാൻ അതങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നട്ടത് ഇത്ര മെസ്സേജാണ് വരുന്നത്, അടിപൊളിയായി ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ നടുന്നത് എൻ്റെ മുമ്പിൽ നിങ്ങൾ കുറേ ചെടികൾ കാണുന്നു. അത് പച്ചക്കറി അല്ലല്ലോ, പൂച്ചെടികൾ. അപ്പം ഇന്ന് ഞാൻ നടുന്നത് പൂച്ചെടിയാണ്. ഈ പൂച്ചെടി ഇന്ന് നടാനൊരു കാരണമുണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ ഒരാൾ, നമ്മളെ യൂട്യൂബ് കുടുംബത്തിൽ കൃഷിക്കാരാണല്ലോ കൂടുതൽ ആൾക്കാരുള്ളത്. കൃഷിക്കാരെ ഇഷ്ടപ്പെടുക. അങ്ങനെ ഒരു കൃഷിക്കാരി എൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ ഞാൻ എപ്പം കാണിക്കുന്നതല്ലേ. അപ്പം കാണിക്കുമ്പോൾ എൻ്റെ പൂന്തോട്ടത്തിൽ ഇതാ കണ്ടില്ല, ഡെയ്സി കണ്ടോ? ഈ ഡെയ്സി നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ ഈ കളറ് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. വലിയായിട്ട് ഈ കളറാണ് ഞാൻ പിടിപ്പിച്ചത്. എൻ്റെ അടുത്ത് വെള്ളയില്ല, വേറെ ഒരു കളറും ഇല്ല. ഈ ഡെയ്സിക്ക് വേറെ കളറുകൾ എനിക്കിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ നമ്മളെ കുടുംബത്തിലെ ഒരു കൂട്ടുകാരി എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്കില്ലാത്ത ഒരു ചെടി ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് എന്നെ കാണാൻ വന്നു കേട്ടോ. താങ്ക്സ് നുസ്രത്ത്, ആ പേര് കേട്ടോ. നുസ്രത്ത് എന്നെ പോലെ ഭയങ്കര കൃഷിക്കാരിയാണ്. എന്നിട്ട് നുസ്രത്ത് എങ്ങനെ എനിക്ക് തന്നതെന്നറിയോ, ഓൺലൈനിൽ വരുത്തിച്ചിട്ട് അതുമായിട്ട് എനിക്ക് വന്നത്. നിങ്ങൾ തമ്പുലയിൽ സമ്മാനം തരുന്ന കണ്ടിട്ടുണ്ടാവും. എന്താ വെള്ള കുറച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇവിടുന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. വെള്ളമുണ്ട്, 2-3 വെള്ളമുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു വയലറ്റ് അല്ലേ, ഇത് വേറെ നേരിയ വയലറ്റ്, ഒരു ചുവപ്പ്. അതും ഈ ഓൺലൈനിലൊക്കെ എത്തിക്കുമ്പോഴേ ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് അതിങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് വേറെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. ഇത് ഇന്നലെ എനിക്ക് കൊണ്ടുവന്നതാ. അങ്ങനെ നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ, കൃഷിക്കാർ അങ്ങോട്ട് സാധനം കൊടുക്കുന്നു, ഇങ്ങോട്ട് പണ്ടത്തെ കാലം പോലെയാട്ടോ. അപ്പോൾ കുറേ നടുന്ന ഞാൻ അങ്ങോട്ട് കൊടുക്കും, കുറേ ആൾ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരും. അങ്ങനെ എനിക്ക് കൊണ്ടുവന്ന ഡെയ്സി ചെടി ഞാൻ ഇന്ന് നടാൻ പോവുക. അപ്പോൾ ഇത് നടുന്നത് തന്ന ആൾ നുസ്രത്തും കാണും, അയച്ച ആളും ചിലപ്പോൾ കാണിക്കുമോ. ഇത് നോക്കി പൊട്ടിയത് കുറച്ച് ബാക്കിയുള്ളൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടാവും. ഉടനെ തന്നെ ഞാൻ വെള്ളത്തിൽ കുത്തിവെച്ച് എനിക്ക് കിട്ടിയപ്പെട്ടോ. ഇന്നലെയാണ് കിട്ടിയത്, ഇന്നാണ് നടുന്നത്. ഇപ്പം ഞാൻ നടാൻ തുടങ്ങട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഇത് എൻ്റെ ബാൾസ, ഹൈബ്രിഡ് ബാൾസോ കണ്ടോ. ഈ ബാൾസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സൂര്യപ്രകാശം നേരിട്ട് തട്ടിയോ ബാൾസത്തിനെ പിന്നെ നമുക്ക് നോക്കാൻ കഴിയൂല. അപ്പാടങ്ങ് ചുരുണ്ട് പോയിട്ട് കണ്ടോ, ചുരുണ്ട് പോയിട്ട് ഒന്നിനും ഭംഗിയെ പോയി. അപ്പോൾ ഇത് ഞാൻ നല്ല വെളിച്ചം വേണം, സൂര്യപ്രകാശം നേരിട്ട് തട്ടിക്കൂടാ. അപ്പോൾ ഞാൻ തണലത്ത് വെച്ച് പോറ്റി അത് കേട്ടോ. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം വെയിലൊക്കെ അതിനോട് പോയതാണ്. ഞാൻ രണ്ടാമത് പിടിപ്പിക്കാൻ നോക്കുക. ഏതായാലും ഞാൻ ഇന്ന് ഡെയ്സി നടട്ടെ എന്ന് ഞാൻ എങ്ങനെയാണ് നടുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് എത്ര ഉണ്ട് എൻ്റെ അടുത്ത് എന്നറിയോ. വരുന്നവർ മുഴുവനോ എൻ്റെ തൈ കൊടുക്കലാണ് ഞാൻ. എല്ലാവരുടെ അടുത്തും ഉണ്ടാവട്ടെ, എൻ്റെ അടുത്ത് മാത്രം പോരല്ലോ. എല്ലാവരും പൂക്കളെ ഭംഗി ആസ്വദിച്ചോട്ടെ. ഞാൻ പൂച്ചട്ടി വാങ്ങിയതാട്ടോ. കാരണം സിമെൻറ്റ് ചാക്ക് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. പച്ചക്കറി അല്ലാതെ പൂവൊക്കെ പൂച്ചെടികളൊക്കെ നമ്മൾ സിമെൻറ്റ് ചാക്ക് നട്ടിട്ട് സിറ്റ് ഔട്ടിൽ ഇവിടെ ഒന്നും വെക്കാൻ പറ്റൂലല്ലോ. പൈസ ലാഭം നോക്കുമ്പോഴത്തേക്ക് ഭംഗി പോവും. അപ്പം ഞാൻ പോട്ട് വാങ്ങി. ഈ പോട്ടിന് 17 രൂപ ഇവിടെ കേട്ടോ. എല്ലാവരും ചോദിക്കും ഇതിന് എത്രയാണ്. നല്ല പോട്ട്, ഇത് മതി, പൂച്ചെടികൾക്ക് ഇത് മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സാധാരണ നടുപോലെ തന്നെയാണ് ഞാൻ ചകിരി. ഇത് ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും ഞാൻ ചിരിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബെഡ് പൊളിച്ചതാട്ടോ. പിന്നെ പ്രത്യേക കാര്യം പറയാനുള്ളത്, നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ ഒരാൾ എൻ്റെ വീഡിയോ കണ്ട് അതുപോലെ ചെയ്യുന്നുണ്ട്. ദിവസേന എൻ്റെ വീഡിയോ കാണും. അങ്ങനെ ഞാൻ ഭയങ്കര ഫാനായി മാറി. അങ്ങനെ ഇന്ന് അവരെന്നെ കാണാൻ വന്നു. നാദാപുരത്തുനിന്ന് ഫർസാനയും ഭർത്താവും കുട്ടികളും ഉമ്മയും എന്നെ കാണാൻ വന്നിട്ടോ. ഇവിടെ ഫർസാന ഈ ചകിരി കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ട് അടുപ്പം കൂടി. ഞാൻ അങ്ങോട്ടേ പരിചയക്കുറവുള്ളൂ. ഫർസാനൊക്കെ എന്നെ ശരിക്കറിയാലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് വരാമെന്ന് വർത്താനം പറയും. എൻ്റെ ചെടികൾ എവിടെ ഉള്ളതും എന്താന്നൊക്കെ ശരിക്ക് ബൈഹാർട്ടാ.
അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഓ ഇതല്ലേ ബെഡ് പൊളിച്ചെന്നുള്ളത്. അങ്ങനെ ഫർസാന് കുടുംബം വന്നു. ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ കൊടുത്തു, ചെടികൾ കുറേ കൊടുത്തു. ഇനി അതെല്ലാം നട്ടിട്ട് എനിക്ക് വിട്ടു തരണം. എപ്പം എത്തിയെന്നൊന്നും അറിയില്ല. ഫർസാൻ അത് കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം എപ്പം നിങ്ങൾ എത്തിയെന്നൊക്കെ ഉള്ളത് കേട്ടോ. അങ്ങനെ കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. ഈ ചെടിയോട് താല്പര്യമുള്ളവർ, കൃഷിയോട് അതുള്ളവർ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ അങ്ങനെയുള്ളവർ തമ്മിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവുള്ളൂ. ഏതായാലും വന്നതിൽ ഭയങ്കര സന്തോഷം. അവർ വന്നത് എങ്ങനെയാ, എൻ്റെ അമ്മോ എൻ്റെ നമ്പർ കയ്യിലില്ല. അവർ നാദാപുരക്കാരായി. ഈ ഭാഗത്തൂടെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ പോയിട്ട് നമ്പർ വാങ്ങി എന്നെ വിളിച്ചു. കാണാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയാണല്ലോ. തിരൂരിൽ നിന്ന് വന്നത് അങ്ങനെ, തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട്, കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ചെടി തന്നെ, ഈ ചെടി നുസ്രത്ത് കോഴിക്കോടുകാരിയാ. അപ്പം ആദ്യം തന്നെ ഞാൻ പിന്നെ കരിയിലിട്ട് കഴിഞ്ഞാൽ ചെടികൾക്ക് ഇനി വേനലാണ് ഭയങ്കര ചൂട്. അത് വയനാടാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അവിടെ ഭയങ്കര ചൂട് തന്നെയാണ്, തണുപ്പുണ്ട്. ഫർസാനിയും കുടുംബം വന്നപ്പം പറഞ്ഞു ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം നമുക്ക് അത്ര ഫീൽ ചെയ്യൂല, വരുന്നവർക്കേ തിരിയുള്ളൂ. നമ്മളിപ്പോൾ വയനാട് സ്ഥിരമായത് കൊണ്ട് നമുക്ക് തിരിയുന്നില്ല. അവർ പറയുക അവിടെ നല്ല തണുപ്പാണ്. കുറേ വിത്ത് കൊടുത്തിട്ടുണ്ട്, തൈ കൊടുത്തിട്ടുണ്ട്, എന്തെല്ലാം ഡേറ്റ്സിൻ്റെ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്, ജെറേനിയം കൊടുത്തിട്ടുണ്ട്, വിത്ത് കൊടുത്തിട്ടുണ്ട്, കാബേജ് തൈ കൊടുത്തിട്ടുണ്ട്, കുറേ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈ നട്ട് പിടിപ്പിക്കുന്നതിനെ ഫർസാനൊക്കെ വേറൊരു ഗുണമുണ്ട്. അവർക്ക് പശുവുണ്ട്, ഇഷ്ടം പോലെ ചാണകം ഉണ്ടാവും. ഇനി ഞാൻ മണ്ണിടുക. എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക്, കരിയില കമ്പോസ്റ്റ് രണ്ടും മിക്സ് ആക്കിയതാ. നമ്മൾ കുറച്ച് മണ്ണിടുന്നുള്ളൂ, കൂടുതൽ കരിയില ഇടുന്നത്. ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ കരിയിലനൊക്കെ വിഘടിപ്പിച്ച് വേഗം വളമാക്കി മാറ്റും. പിന്നെ അതുമല്ല, മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് മതി. കൂടുതൽ കരിയിലിട്ട് കഴിഞ്ഞാൽ മണ്ണില്ലാത്തവർക്ക് നല്ല സൗകര്യമായി. പിന്നെ കരിയിലെങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമ്മളെ വീടും പരിസരവും എല്ലാം നല്ല വൃത്തിയാവും. അടിച്ച് വാരി ഇങ്ങോട്ട് എടുക്കുകയാണല്ലോ, നല്ല വൃത്തിയാവും. എത്രയോ ആളെൻ്റെ കരിയിലെൻ്റെ കണ്ട് എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എന്നൊരു കമൻറ്റ് കണ്ട്, വീട്ടിൽ കബീർ എന്ന ആളെ കമൻറ്റ് ഇട്ടു. അത് കബീറിൻ്റെ വൈഫായിരിക്കും, പേര് കബീർ എന്ന് ഞാൻ വായിച്ചപ്പം മനസ്സിലായത്. അവർ മണ്ണില്ലാതെ വിഷമിച്ച് നടാൻ ഭയങ്കര താല്പര്യം, മണ്ണുമില്ല. അങ്ങനെയാണ് എൻ്റെ ചാനൽ കണ്ട് ഞാൻ നടുന്ന രീതി. ഇപ്പോൾ ഭയങ്കര ഫാനായിട്ട് അവർ എപ്പം കൃഷി മുകളിലൊക്കെ കൊണ്ടുപോയി വെക്കലാന്നൊക്കെ പറഞ്ഞു. എനിക്ക് പിന്നെ മുകളിലൊന്നും വെക്കാൻ സൗകര്യമില്ല, മണ്ണൊക്കെ എനിക്ക് കിട്ടും. അങ്ങനെ മണ്ണും ഇട്ട് കുറച്ച് നടുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണിടാണല്ലോ. ഓൺലൈനിൽ വരുത്തിയ ചെടി ഞാൻ ഇതുവരെ നട്ടിട്ടില്ല. ഞാനൊക്കെ എൻ്റെ ഇങ്ങനെ കൂടുതൽ ഉണ്ടാക്കുക എന്നല്ലാതെ. ഓൺലൈനിൽ വരുന്ന ചെടീൻ്റെ പ്രത്യേകത നോക്ക്. റബ്ബർ ബാൻഡൊക്കെ ഇട്ട്, പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടി, ചെറിയ തളിയിൽ വരുന്നുണ്ട്. ഡേയ്സിക്ക് അങ്ങനെ ഒരു പ്രത്യേകത. ഇവിടുന്ന് അങ്ങോട്ട് കുറേ ഇങ്ങോട്ട് തൈകൾ വരും. ആ തൈകൾ വലുതായിട്ടാണ് പൂവാകുന്നത്. അതിങ്ങോട്ട് ഉഷാറിൽ പൊന്തിയിട്ട് ഉണങ്ങിയതാ ഇവിടെ വരുന്നുണ്ടോ. ഇവിടെയൊക്കെ അതാ ഓരോ വേര് കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ നടട്ടെ. ഇതങ്ങ് പൊട്ടിച്ച് കളയാം, അത് പൊട്ടിച്ചിട്ട് വേറെ അങ്ങ് നടാം. ഉഷാറുണ്ടാവട്ടെ. നുസ്രത്ത് ഇത് വാങ്ങി എനിക്ക് തന്ന സമ്മാനം. ഇത് ഉഷാർ കണ്ട് നുസ്രത്തിന് കാണിച്ചു കൊടുക്കണം. ഞാൻ ഇതിട്ടാട്ടെ, കുറച്ചും കൂടെ അതിൻ്റെ ചുറ്റും. നമ്മളിങ്ങനെ കരിയിലിടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, വെള്ളം കുറച്ചൊക്കെ അങ്ങോട്ട് പിടിച്ച് നിൽക്കും. ഒരു തണുപ്പ് ഫീൽ ചെയ്യും ചെടികൾക്ക്. ഇപ്പം ഭയങ്കര വെയിലല്ലേ. അപ്പോൾ പിന്നെ ഒരു ദിവസം കാണുന്ന നനച്ചില്ലെങ്കിൽ വലിയൊരു പ്രശ്നം വരുന്നില്ല. പിന്നെ വെയിറ്റ് കുറയും, തീരെ വെയിറ്റില്ല. മണ്ണിൻ്റെ അളവ് കുറക്കാം, വീടും പരിസരമൊക്കെ വൃത്തിയാവും. പാറ പോലെ മണ്ണ് ഉറക്കൂല. അങ്ങനെ പാറ പോലെ ഉറച്ചില്ലെങ്കിൽ, കല്ലുണ്ട്, ഉറച്ചില്ലെങ്കിൽ വേരുകൾക്ക് നട്ടോട്ടോടി ജലവും ലവണങ്ങളും വലിച്ച് ചെടികൾക്ക് കൊടുക്കുക. അങ്ങനെ ചെടികൾ നല്ല കരുത്തിൽ വളർന്നിട്ട്
പൂവും കായും ഒക്കെ ഉണ്ട്. ഇതിന് പിന്നെ പൂവാണല്ലോ വേണ്ടത്. ഇത് ഞാൻ മെല്ലെ അങ്ങ് പൊട്ടിച്ചെടുക്കട്ടെ, എന്നിട്ട് വേറെ അങ്ങ് നടാം. ഇത് കണ്ടോ, ഒന്നിൽ തന്നെ എത്രയാ ഉണ്ടായതില്ലേ. ഇതിവിടെ തന്നെ അങ്ങ് നടാം. അത് അവിടെ ഉണ്ടാവും, ഇതിവിടെ ഉണ്ടാവും. അങ്ങനെ മൊത്തത്തിൽ നിറഞ്ഞോട്ടെ. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ നടുന്ന ഒരേപോലെയാട്ടോ. എന്താ ഇത് വേറൊരു കളറാ, ഇത് വേറെ കളറ്. ഇത് രണ്ട് കളറാട്ടോ. ഇതാ 2 സൈസാ. അപ്പം ചട്ടി തന്നെ മാറ്റണം. ഇത് വെള്ളയാ. ഇതിലുണ്ട് അങ്ങനെ തന്നെ ഉണ്ട് സംഭവിച്ചിട്ടുണ്ട്. നീളം കൂടിയിട്ട് ഓൺലൈനിൽ വരുത്തുമ്പോഴേ, നിങ്ങളൊക്കെ എങ്ങനെ ഓൺലൈനിൽ വാങ്ങുന്നതാ. ഞാൻ ഇത് പിന്നെ ഏതായാലും ആ ചട്ടിയിൽ, ചെറിയ ചട്ടിയിലാണ്. ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ, ഇതിങ്ങനെ തന്നെ നിന്നോട്ടെ. നാളായി വന്നിട്ടേ മാറ്റുന്നുള്ളൂ. ഇത് 2 നട്ടു. ഇനി ഞാൻ മറ്റത് ഞാൻ അതേപോലെ നടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പോട്ടി മിക്സ് നടക്കുന്നൊന്നും കാണിക്കുന്നില്ല. ഇതേ രീതിയിൽ തന്നെയാണ് 2 പോട്ടിലും പോട്ടി മിക്സ് നിറച്ചു. ഇതൊക്കെ കണ്ട നീളം കൂടിയിട്ട് ഒടിഞ്ഞു പോയത്. ഒടിഞ്ഞു പോയതൊന്നും ഒരു പ്രശ്നവുമില്ല, ഒക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഞാൻ തണ്ട് മുളപ്പിച്ചതാണ്. ഇങ്ങനെ അങ്ങ് പൊതിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഇതൊന്നും അയച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് എന്നുള്ള അറിയുന്നതാ. മണ്ണ് ഒന്നും പോക്കുന്നില്ല, ഒരു സംഭവം. ഇത് തന്നെ കുത്തി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇവിടുന്ന് നട്ടു. ഇനി ഇത് 3 തരം കളർ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്. 3 തരം കളറുണ്ട്. വെള്ള എല്ലായിട്ടാണ് വാങ്ങി നോക്കും. വെള്ള അതിൻ്റെ കൂടെ തന്നെ പലതും. ഇത് അടിയിൽ കണ്ടോ കുറേ മുളക്കുന്നത്. ഞാൻ എൻ്റെ ഈ സൈസ് മുളച്ച് ഞാൻ കാണിച്ചു തരാം. ചുറ്റും നിറച്ച് മുളക്കുന്നത്. ഇതിൻ്റെ പോട്ടി മിക്സ് നന്നായാൽ തന്നെ മതി. നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നിങ്ങളൊക്കെ എങ്ങനെ നടുന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കൊടുത്തവരൊക്കെ എന്തായി, നട്ടത് ഉഷാറായോ എന്നൊക്കെയുള്ള എനിക്ക് ഇവർ മാത്രമൊന്നും അല്ല കേട്ടോ തന്നത്. തിരൂരിന്ന് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അവർ നല്ല ഒരു വാഴക്കന്നും വേറൊരു ചെടിയും. ആ ചെടി മുളച്ച് വലുതായി കേട്ടോ. തിരൂർക്കാരിത് കാണുകയാണെങ്കിൽ മുളച്ച്. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് ചെടികൾ കൊണ്ടുവന്നിരുന്നു. അതും ഉഷാറായി. ഞാൻ കൊണ്ടുവന്നൊന്നും വിടൂല. പിന്നെ കുഞ്ഞീംച്ച വന്നിരുന്നു പൂളപ്പോയിൽ നിന്ന്. അതും ഉഷാറായി. അതിൽ കക്കിരി കായ്ക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് അതിൽ ജമന്തിയൊക്കെ തന്നിരുന്നു. ഒക്കെ ഉഷാറായി കേട്ടോ. എന്താ ഇപ്പൊ ഇന്ന് നട്ടത് ഇതാ ഒക്കെ നമ്മൾ കയ്യോടെ നട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ പ്രശ്നം അറിയോ, പിന്നെ മടി വരും, പിന്നെ ഇത് വാടും. ഇതാ വെള്ള നമ്മൾ കൊണ്ടുവന്നാൽ ഈ വെള്ള പൂക്കളൊക്കെ വെട്ടണം എന്നാ പറഞ്ഞേക്കല്. എനിക്കിത് വെട്ടാൻ തോന്നുന്നില്ല. ഇതെന്താ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ഉണ്ടാവില്ല. താഴോട്ട് നിന്നാണ് ഇങ്ങനെ ചുറ്റും ഉണ്ടാകും. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഈ ചെടീൻ്റെ ഞാൻ ഇവിടെ വെച്ചതാ. ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ ഡേസി, എൻ്റെ പഴയത് കണ്ടോ, ചുറ്റും ഉണ്ടാകുന്നത് കണ്ടോ. ഇതൊന്നും ഇനി വേണ്ട, ഇതൊക്കെ വെറുതെയാ, ഇതൊന്നും കാര്യമല്ല. ഒക്കെ പൊട്ടിച്ച് കളയാ. എന്നിട്ട് ഇങ്ങനെ ചുറ്റും ഉണ്ടായി കണ്ടോ, എത്ര തയ്യാണ്ടായി. അതുപോലെ ഉണ്ടാവും ഈ വെള്ളക്കൊക്കെ, അതുപോലെ ഉണ്ടാവും. ഒന്നിങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് പൂക്കളാവല. അതായത് ഇങ്ങനത്തെ മണ്ണ് പൊടിഞ്ഞ മണ്ണായിരിക്കണം കേട്ടോ. എന്താ ഇങ്ങനെ നല്ല പോട്ടി മിക്സ് ആയാൽ ഇതിങ്ങോട്ട് ഉണ്ടാവും പൂക്കള്. എന്താ നല്ല കളറ് കണ്ടോ. ഇതൊക്കെ നനച്ചിടും. അതിൻ്റെ ഇടയിലുള്ള ഒരു കല്ല് നമ്മൾ എങ്ങനെ ശ്രദ്ധിച്ചാലും കല്ല് വരുവാണ്ട്. ഇതാണ് എൻ്റെ ഇവിടെ ഞാൻ വേറൊന്ന് നട്ടുപിടിപ്പിച്ച് ചുറ്റും ഉഷാറിലുണ്ടാകുന്നത്. നട്ടപാട് തന്നെ ഒന്ന് നനച്ചു കൊടുത്തില്ലെങ്കിൽ ഒക്കെ സ്പോട്ട് തന്നെ എല്ലാം അങ്ങ് ചെയ്യണം. ഇതിന് പിന്നെ ശക്തിയിൽ വെള്ളം ഒഴിച്ചാലൊന്നും വലിയൊരു കുഴപ്പമൊന്നുമല്ല, അത്ര കുഞ്ഞൊന്നുമല്ല. കൂട്ടത്തിൽ ഇതൊക്കെ കിട്ടിക്കോട്ടെ. ഞാന് 2 ദിവസം മുമ്പ് ഉള്ളി നട്ടിയില്ലായിരുന്നോ.
ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ വലിച്ചെറിയരുത് എന്ന് പറഞ്ഞ് ഉള്ളി ഉണ്ടായത് കണ്ടോ, ഉള്ളി മുളച്ച് വരുന്നത് എന്താ സൂപ്പർ, അടിപൊളിട്ടോ. എത്ര ഉള്ളി ഉണ്ടാവും ഇത് നിറയെ ഉള്ളി വരും ഇനി 2 ദിവസം കൊണ്ട് ഇത്രക്കും ആയിട്ടോ. കണ്ടില്ലേ ഉള്ളി, എന്തൊരു ഭംഗിയാ. ഇതാ 2 നോക്കി, നമ്മൾ എവിടെയെങ്കിലും ഒരു ഹാങ് ചെയ്താൽ കിട്ടാതെ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളി കിട്ടും. ഞാനിങ്ങനെ ചെയ്തതാവുണ്ട്. അയ്യോ, ഇതാണ് നിത്യവഴുതന. ഞാൻ വിത്ത് നട്ടിട്ട് മുളച്ച് ഉഷാറായത്. ഇപ്പം ഞാൻ ഇത് വിറ്റ് പറഞ്ഞിട്ട് എന്താ അറിയോ, ഒന്ന് വന്ന ഫർസാനല്ലേ, ഫർസാൻ എന്നോട് ചോദിക്കുക ഇതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് നിത്യവഴുതന മുളച്ചതാണ്. അതിനെന്തിനാ ഇലൻ്റെ സൈഡ് വെട്ടിയത് എന്ന്. എനിക്കത് ഭയങ്കര വിറ്റായി തോന്നുന്നു. നാദാപുരത്തുനിന്ന് ഫർസാൻ എന്നോട് ചോദിച്ചത് എന്തിനാ അങ്ങനെ സൈഡ് വെട്ടിയത്. ആദ്യമായിട്ട് കാണുന്നവർക്ക് അങ്ങനെ തോന്നും ഇലൻ്റെ സൈഡ് വെട്ടിയതാണ്. ഇതിങ്ങനെ തന്നെയാ, ഞാൻ ഒന്നും ചെയ്തില്ല. ഇനി വരുന്നത് ഈ മോഡലല്ല, വേറെ മോഡൽ ഉഷാറിൽ വരും. അത് ആയി വരുന്നേ ഉള്ളൂ. കാരണം നിത്യവഴുതനൻ്റെ വിത്ത് ഉഷാറായി മുളച്ചുണ്ടായത് ഫർസാന നിത്യവഴുതനൻ്റെ വിത്തും കൊണ്ടുപോയി. ഇത് എൻ്റെ മെലസ്റ്റോമ എന്നാണ് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. ചിലർക്കൊക്കെ വാടിപ്പോവുക എന്നാണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചത്. തണലത്താട്ടത് വെച്ചത്, തണലത്തുനിന്ന് ഇപ്പോൾ എടുത്തതാ. കണ്ടോ തെളിഞ്ഞ് വരുന്നത്. ഫർസാനൻ്റെ തെളിഞ്ഞ് വന്നു എന്ന് പറഞ്ഞു, വേറെ ആൾക്കാർ പറഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ നടിയിൽ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.